അല്ലല്ല അതിന്റെ ബാക്കി കൂടെ. നമ്മള് ആകാശ് പറഞ്ഞ ഒരു സ്ഥലത്തോട്ട് ഇങ്ങനെ പൊക്കോണ്ടിരുന്നേ. ആകാശിന് ഒരു ഷൗട്ട് ഔട്ടും ഇല്ല. അല്ല, ഇതല്ല, ആ സ്ഥലത്തോട്ട് പൊക്കോണ്ടിരുന്നതാണ്. അപ്പോഴാണ് നമ്മളിങ്ങനെ വഴിയോര സ്ട്രീറ്റ് ഫുഡിന്റെ സംഭവം അത്യാവശ്യം ക്ലീൻ ആണെന്നുള്ളൊരു വിശ്വാസത്തിൽ ഞങ്ങൾ ഇവിടെ നിർത്തി. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ല, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതാണെന്ന് തോന്നി. അങ്ങനെ നമ്മൾ ഇറങ്ങി എന്ത് വേണം എങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഗോവൻ സ്ട്രീറ്റ് ഫുഡ് നമുക്ക് ട്രൈ ചെയ്യാം. ब्रेड आइटम्स 80 रुपीज़ है, विथ चीज़ विथ एग रहेगा तो 100 रुपीज़ है, एंड रोल्स are 100 रुपीज़. ബ്രെഡ് എല്ലാം 80 രൂപ. ട്രാൻസ്ലേറ്റ് ചെയ്തോ മനസ്സിലാവാത്തത്? ബ്രെഡ് വിത്ത് ചീസ് ആൻഡ് ബ്രെഡ് വിത്ത് എഗ് 100 रुपीज़. പിന്നെ റോൾസ് എല്ലാം 100 रुपीज़. അപ്പം ഒരു ഹഫ് റീൽ പറയുക. ഇത് एक हफ रियल दे दो. रोल कि आपको ब्रेड में ബ്രെഡ് ഓക്കെ. അപ്പോൾ അത് പറയണം ഇവിടെ. അപ്പോൾ ഗൈസ് നമ്മൾ കാണിച്ചു തരാം. നമ്മൾ ഓർഡർ ചെയ്ത സാധനം ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് നമ്മളിത് മേടിക്കുമ്പോൾ. ഓക്കെ. അങ്ങനെയാണ് അതിൻ്റെ ഒരു കടപ്പ് വശം. നമുക്ക് അത് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. ഓക്കെ. എടാ അത് വേറെ കഷ്ടപ്പെട്ട് അതല്ല. എന്നിട്ട് ആ സന്തോഷത്തിന് നമ്മൾ എന്ത് ചെയ്ത് വടം വലിച്ചു. അല്ലല്ല, അന്ന് ഒരു ഫോട്ടോ ഞങ്ങൾ കാണിക്കാട്ടോ. ഈ കഥ സംഭവം എന്ന് വെച്ചാൽ മെക്കാനിക്സ് എക്സാം ഞങ്ങൾ എഴുതി ജയിച്ചു. അങ്ങനെ ജയിച്ചു കഴിഞ്ഞിട്ട് ആ സന്തോഷത്തിന് അവിടെ ലഹരിക്കെതിരെ കായിക ലഹരി എന്ന് പറഞ്ഞൊരു വടംവലി വെച്ചു. ഇവിടെ ഉള്ളവരെല്ലാം ഞങ്ങളെല്ലാം എന്തോ അന്യഗ്രഹ ജീവികൾ വന്നിരുന്നു പറയുന്ന പോലെയൊക്കെ നോക്കും. അതെ. പിന്നെ നമുക്ക് അവർക്ക് മലയാളം, നമ്മൾ മാത്രമല്ല ഇവിടെ മലയാളം അറിയാം. അപ്പൊ നമ്മള് പറഞ്ഞുകൊണ്ട് വന്നത് ബാക്കി പറയട്ടാ. അങ്ങനെ നമ്മള് വടം വലിക്കാൻ പോയി ആവേശം മൂത്ത്. ഞാൻ സോക്സ് ഇട്ടോണ്ട് ഇറങ്ങിയത്. എന്നിട്ട് സോക്സ് കീറുവന്നു. അത് കീറിയായിരുന്നേ വേറെ മേടിച്ചു. എന്നിട്ട് പറയാനേക്ക് ഞാൻ ഒരു വടം വലി കളിച്ച് നമ്മൾ ജയിച്ചു ഇല്ലേ. രണ്ടാമത്തെ വടം വലിക്കുന്നു. ഞാൻ 2 വലിച്ചു. രണ്ടാമത്തെ വലിച്ചപ്പോഴാണ് ഈ പണിയിട്ട്. മൂന്നാമത്തെ ഞാൻ വലിച്ചില്ല. ആ രണ്ടാമത്തെ വലിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ ടാറിട്ട റോഡിലല്ലേ ചെയ്യുന്നത്. റോഡ് മൊത്തം കാല് മൊത്തം റോഡിയിരുന്നു. ആ എക്സാക്ട്ലി. എന്റെ കാലിന്റെ ഏകദേശം ഈ ഇത്രയും വട്ടത്തില് മാംസവും തൊലിയായിട്ട് എന്തുകൊണ്ടാണ് പറയുന്നത്? അല്ലടാ, തിന്നുന്നൊരു സാധനമാണ്. തിന്നുന്നില്ല, കയ്യിൽ ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ അങ്ങനെ തിന്നിട്ടില്ലടാ. അതേപോലെ 2 തള്ളവരിൽ 2 വെള്ളം ഉണ്ടായിരുന്നു. അത് ഹൈലൈറ്റ് അവിടെയുമല്ല. ഇവൻ അങ്ങനെ പറയാതടാ. ഇതിന് പറയാനില്ല സംഭവം. അത് കഴിഞ്ഞിട്ട് ഇവൻ വലിയ കാര്യത്തിൽ ബൂട്ടൊക്കെ ഇട്ട് നല്ല അറ്റത്ത് കുറ്റിയൊക്കെ ഇട്ടിട്ട് വലിച്ചു. ഒന്നും പറ്റിയില്ല. അല്ല, അത് സംഭവം എന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നടക്കാൻ പറ്റത്തില്ലല്ലോ. ഞങ്ങൾ കാലുമേ കാല് കയറ്റിയിരിക്കുക. അപ്പോൾ അളിയ വണ്ടിയായിട്ട് വന്നു ഞങ്ങളെ രക്ഷപ്പെടുത്താൻ ആശുപത്രി കൊണ്ട്. ഞാനാണ് ഹെൽമെറ്റ് പിടിക്കാൻ വയ്യാത്തോണ്ട് ഗതി കൊണ്ട് തലയിട്ട് എന്തോ ഭാഗ്യം. കാരണം കോളേജിനകത്തോടാണല്ലോ, ഗേറ്റിന്റെ വെളിയിൽ പോലും ഇറങ്ങിയിട്ടില്ല. അങ്ങനെ ഞാൻ കയറി, ഇവനും കയറിയാണ്ട് ഫസ്റ്റ് ഇട്ട് എടുത്ത് ഒരു 5 മീറ്റർ പോയി കാണുള്ളൂ. വടം കണ്ടിട്ട് ഞാൻ വടം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് വീണ് വണ്ടി വടത്തിന്റെ കണ്ടവിടെ കയറി. ഞാൻ മുറിഞ്ഞ കാലം ഒന്നും കൂടി കുത്തി കുറച്ചുകൂടി മുറിഞ്ഞ് ഞങ്ങളെ ആശുപത്രി കൊണ്ടുപോകാനായിട്ട് വണ്ടി എടുത്ത് ഇവനും വീണ്, യവനും മുറിഞ്ഞ്. പിന്നെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ആശുപത്രി പോയി. ആ വണ്ടി തന്നെ പോയി. അങ്ങനെയാണ് മെക്കാനിക്സ് എക്സാമിന്റെ അന്ന് നടന്നൊരു കഥ. മെക്കാനിക്സ് എക്സാം ആണ്. ഞാൻ പറയട്ടെ കാരണം എന്താ ഞാൻ പറയട്ടെ. ഫിസിക്സ് അല്ലടാ. എടാ നീ പറ. എടാ ഞാൻ മെക്കാനിക്സ്, നീമാര് ഫിസിക്സ് അല്ലേ. നമ്മളത് ചെക്ക് ചെയ്യാം. എന്നിട്ട് ആദ്യം ആരാ ജയിക്കുന്നത് നമ്മൾ പറയുന്നത്. ഓക്കെ, ഒരു കാര്യം, ഇനിയിപ്പോൾ ഞങ്ങൾ ഫുഡ് കിട്ടിയിട്ട് വരാം ഗൈസ്. നമ്മുടെ സാധനം എത്തി. ആ സമയം കൊണ്ട് നമ്മൾ ഇതും കൂടി നോക്കട്ടെ. ഇത് നോക്കിയിട്ട് ഞാൻ വീഡിയോ കാണിക്കട്ടെ സാധനം എങ്ങനെയാണെന്ന്. ഇത് ഇങ്ങോട്ട് കൊണ്ട് കാണിക്കട്ടാ. ഇല്ല, ഇതാണ് സാധനം. ഇതിന്റെ പേരെന്താടാ? ഇത് നോക്കാം കേട്ടോ, ഇത് നോക്കാം. ഞാൻ തോറ്റ ചില കാര്യങ്ങളൊന്നും നോക്കട്ടെ. Take a small bite.
ഞാൻ എന്തുവാടാ കഴിക്കാൻ അറിയില്ല. പിന്നെയും പകുതി പോലെ സാധനം കൊള്ളാം. ഇത് കൂടുതൽ എനിക്കൊന്ന് മല്ലിയില്ലേ അതിലെ എടുത്തിരിക്കുന്നത്. ചെറിയ പേരുടെ ചിക്കൻ, ക്യാബേജ്, ഉള്ളി, മല്ലിയില. ഇതിന്റെ ഗ്രീൻ കളറാണ്. മല്ലിയിലയുടെ സാധനം ഞാൻ എടുത്തറിയാം. എന്ത് ടൈപ്പ് ബ്രെഡാണ് ഇത്? ഇത് ഞാൻ 10-ല് 8.5 കൊടുക്കും. 8.5 പോത്തിട്ടായിരുന്നു. ഇത് 100 രൂപയല്ലേ? 80 രൂപ പോത്തിട്ടായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല. നമ്മുടെ റോൾ അവിടെ റെഡി ചെയ്തോണ്ടിരിക്കുക. ഓക്കെ, ഫൈൻ. I'm not famous. ആ ചേച്ചി പറഞ്ഞ് ടാഗ് ചെയ്യാനായിട്ട്. ഇത് പിടിച്ചളിയാ, ഞാൻ ഫ്രെയിം സെറ്റ് ചെയ്തിട്ട്. അവിടുത്തെ ആ ദീദി നമ്മുടെ അടുത്ത് പറഞ്ഞത് അവരെയും കൂടി പുതിയ രീതി. കുഴപ്പമില്ല. മിഡിൽ ബൈറ്റും അടിപൊളിയല്ലേ? അങ്ങനൊന്നും ഇല്ല. യവനെ മന്തി കഴിക്കാൻ പോയി. ആരാടാ? പാർത്ഥിവ് മാറ്റിയെടുത്ത കഥയുണ്ട്. കൊള്ളാം. 700 രൂപയ്ക്ക് നോക്കിട്ടാണോ? അല്ല, നമുക്ക് എനിക്ക് വായിന്ന് വെള്ളം വരുന്നത്. ആ മന്തിയുടെ കഥ പറയാൻ കേട്ടോ, അത് വലിയൊരു കഥയാണ്. ബൈറ്റ് ചെയ്യാതടിയാ. കൊള്ളാം, തന്നെ കൊള്ളാം. ഇതും കൊള്ളാം, സത്യമായിട്ടും കൊള്ളാം. സത്യം പറയാനേ, നോർമൽ കളറിനെക്കാട്ടി കുറച്ചുകൂടി കോളിൻ്റെ ഒരു ഫ്ലേവർ ഇല്ലടാ. അവർ കറക്റ്റ് കോൾ ഇട്ടിട്ടാണ്. അത് ഇത്രേ ഉള്ളൂ, കുറച്ച് സാധനമേ ഉള്ളൂ ഇവിടെ. അത്ര അവർ എടുക്കുന്നുള്ളൂ. സാധനം കൊള്ളാം. അപ്പോൾ ഇതിന് ഞാൻ പെരുന്നാട് പഞ്ചായത്ത് 10-ൽ 8 കൊടുക്കും. നീ എട്ടനാ? ഞാൻ 8 കൊടുക്കും. ഞാൻ 8. ഇതിൽ 8.5. ഓക്കെ ഗൈസ്, നമുക്കിനി അടുത്ത എന്തോടെ വടാ പാവാം. നമ്മൾ അടുത്ത ഇവിടുന്ന് വടാ. എടാ ഇവിടുന്നല്ലേടാ? ഇവിടുന്ന് നമ്മള് വടാപ്പാവ് ട്രൈ ചെയ്യും ഗൈസ്. അപ്പൊ നന്ദേശ്വറിന്റെ അഡ്വൈസ് പ്രകാരം നമ്മൾ അത് ക്യാൻസൽ ചെയ്തു. പാനിപൂരിയാ വേണ്ടല്ലേ? നമുക്ക് വേറെ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടോ ട്രൈ നോക്കാം. भैया मोमोज कितने हैं? मोमोज चिकन 100. चिकन 100 एत्र पीस? एक 8. ओके, एक 2 10 मिनट लगेगा भैया, और रुकना पड़ेगा. कर्नाटका लव केरला. ये भाई सब फ्रॉम कर्नाटका. हाय, कर्नाटका. दिस इज अनूप लक्कम. सबका नाम बोलो. सब. आई एम राजू बुच्ची. हाय, आई एम प्रवीण. आई एम अनूप पवन. हाय गाइस. ഒന്ന് പറയട്ടെ ഏതാ? ഗോവാ. എടാ അണ്ണമാരൊക്കെ ആയിട്ട് പരിചയപ്പെട്ട് അറിയോ? നീ എല്ലാം അറിഞ്ഞോ? അവിടെ അണ്ണമാരോട്ടൊക്കെ ഞാൻ പരിചയപ്പെട്ട്. ആ പിന്നെ നല്ല അണ്ണമാര്, സ്നേഹമുള്ള അണ്ണമാര്. കർണാടകക്കാര്. ചാനൽ ചെറുതാന്ന് പറയലേ? छोटा चैनल है अभी, छोटे से तो बड़ा होगा. പറഞ്ഞോടാ കളിയാ. अब छोटे होते हैं पहले, फिर बड़े होते हैं. ठीक है. हाय, आपका नाम क्या है? आरव. नाइस टू मीट यू. कहाँ से हो? हम दिल्ली से. दिल्ली. ओके. പാർത്തിന്റെ കിളിവായിരിക്കുന്നതാണ്. പാർത്തി എന്തോ ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത ഇൻട്രോവേർട്ട്. സ്ട്രീറ്റ് നമ്മളാ മെയിൻ മനസ്സിലായി. ഇവിടെ ജോർജ് സാർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ജോർജ് സാറാടാ സത്യം പറഞ്ഞാൽ. ഇപ്പഴേ ഗോവയൊന്നും ഓണായില്ലേ? കേരളം വിട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി. സത്യല്ലേ, ഇവിടെയുള്ള ആൾക്കാരൊക്കെ എന്തൊരു അടിപൊളി. ചെറുതിന്ന് വലുതാവുന്നത് ഇപ്പൊ 2 പേര് പറഞ്ഞു, അറിയോ? 2 പേര് ചെറുതാന്ന് ഞങ്ങൾ പറഞ്ഞു, ചെറിയ നല്ലതാന്ന്. ഗൈസ്, അപ്പോൾ നമ്മുടെ സ്റ്റീലിൻ്റെ മോമോസ് റെഡിയായി.
സത്യം പറഞ്ഞാൽ എനിക്കൊന്നും ഇതൊരു ഇല്ല മറ്റേ അത് കഴിച്ചു തക്കാളി ചട്നി നല്ല ചൂടായിരിക്കും കേട്ടോ. ഒരാൾക്ക് രണ്ടെണ്ണേ. തക്കാളി ചട്നി അല്ല, തക്കാളി അല്ല ഇത് മുളക് പൊടി. അതൊക്കെ തിന്നാതെ എനിക്ക് വയ്യ പൊണ്ടിക്കാൻ. ചൂടോടെ നിന്നാണോടെ ആ സമയം കൊണ്ട് നമുക്ക് എന്താ കഥ പറയാം. ഞങ്ങള് സ്ഥിരം ഇങ്ങനെ കഴിക്കാൻ പോകുന്ന ഒരു പതിവുണ്ട്, അൽഫാം അല്ലെങ്കിൽ മന്തി. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ ചെസ്റ്റും ലെഗും നമ്മുടെ എല്ലാ കൂട്ടത്തിലുള്ള ഒരു പ്രശ്നം പോലെ നമുക്കും ഉണ്ടാ പ്രശ്നം അല്ലേ. ഒരു ദിവസം നമ്മൾ തുടങ്ങി, ഓക്കെ ഇനി ഒരു തവണ ഞാർക്കിടാം, പിന്നെ അത് ഞാൻ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ അൽഫാം കഴിക്കാൻ പോയിട്ട് ഞാർക്കിട്ട് കഴിച്ചു. ആ സമയത്ത് ആർക്കാടാ ഇവനും നന്ദകിഷോറിനും ചെസ്റ്റ് കിട്ടി, എനിക്കും ഇവനും ലെഗ് കിട്ടി. അപ്പൊ അടുത്ത തവണ പോകുമ്പോൾ ഓപ്പോസിറ്റ് തിരിച്ചാണ്. അങ്ങനെ ഞങ്ങൾ മന്തി കഴിക്കാനായിട്ട് തായ്സിൽ പോയി മന്തി കഴിച്ചതും കണക്ക് പ്രകാരം അതെ എനിക്കും ഇവനുമാണ് ചെസ്റ്റ് എടുക്കേണ്ടത്. ഇവൻ ആദ്യമേ ചെസ്റ്റ് വേണമെന്ന് പറഞ്ഞ് എടുത്തു. ഓക്കെ അത് ഞാൻ എല്ലാണോ എടുത്ത് കഴിച്ചോണ്ടിരുന്നപ്പോ ഞാൻ നോക്കുമ്പോഴേ എത്ര ലെഗ് ഉണ്ട്. ഞാൻ നോക്കുമ്പോഴേ ചെസ്റ്റ് എടുത്ത പാർത്തിന്റെ കാലിൽ പ്ലേറ്റിൽ ലെഗ്, എവന്റെ പ്ലേറ്റിൽ ലെഗ്, എവൻ ലെഗാണ് എടുക്കുന്നത്. പക്ഷെ കോമഡി അതല്ല, ഞാൻ പറയുന്നവര് എവ അറിഞ്ഞില്ല എവൻ ലെഗ് എടുത്ത്. കോഴിയുടെ ലെഗും ചെസ്റ്റും പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എടുക്കാൻ അറിഞ്ഞൂടാ. മനസ്സിലായോ ചമ്മി. നമ്മൾ ആദ്യമേ മോമോസ് ആ ഒരു ചുമന്ന ചമ്മന്തിയിലും പിന്നെ വെള്ള ചമ്മന്തിയിലും മുക്കണം. കൊള്ളാം ഇവിടുത്തെ എല്ലാം കൊള്ളാം. സത്യം പറഞ്ഞാൽ ജനുവിൻലി കൊള്ളാം കഴിച്ചു. നല്ല ടേസ്റ്റ്. ആ സ്റ്റീംഡ് ആയതുകൊണ്ടേ ഒരു ഹെൽത്തി ഒരു സാധനമായിട്ടും തോന്നും അല്ലേ. മാവ് ചിക്കൻ കാര്യങ്ങളെല്ലാം ആയിട്ട് നല്ല ഹെൽത്തി ആയ സാധനം. കണ്ടതാ बहुत अच्छा है गाइस, बहुत अच्छा. ഗൈസ് നമ്മള് രോഹിത് പാനിപൂരി കഴിച്ചിട്ടില്ല. അവനാണ് ഈ ഫോറിൻ അല്ലെ ആൾക്കാരുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് പാനിപൂരിയോട് ഒരു ട്രോമ. അപ്പം നമുക്ക് അത് ഇന്ന് മാറ്റി കൊടുക്കാമെന്നും പറഞ്ഞ് നമ്മൾ പാനിപൂരിയും കൂടി ട്രൈ ചെയ്യാൻ പോണ്. ഓക്കെ വായിലിട്ടോ എനിക്ക് അവനോട്ടോ, അവനല്ലേ അവൻ്റെ ട്രോമ മാറണ്ടായിരുന്നു. നോക്കട്ടെ ഇങ്ങോട്ട് വാടാ. ഇഷ്ടപ്പെട്ടു കേട്ടാ, കൊള്ളാടാ. ഓടെ ഇറക്കാം, കൊള്ളത്തില്ല. ഓ രോഹിതിന് ഇഷ്ടപ്പെട്ടില്ല കൈസ്. അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇല്ല കൊള്ളത്തില്ലെന്ന് പറയാൻ ഞാൻ ആരുമല്ല, നല്ലത് കഴിച്ചിട്ടില്ല, അങ്ങനെ ഒന്നും കഴിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് എൻ്റെ അല്ല, നോട്ട് മൈ ടേസ്റ്റ്. പ്ലെയിൻ ടേസ്റ്റ് ഗൈസ്. പാനിപൂരിയുടെ ടേസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും, നോട്ട് അവർ കപ്പ് ഓഫ് ടീ. നമ്മളിലെ പണ്ടത്തെ ഒരു ഐസില്ലേ, അതിനകത്തിൽ ഇങ്ങനെ റൗണ്ടിലിരുന്നിട്ട് ഓരോ ഫ്ലേവർ സാധനം ഒഴിച്ചിട്ട് കടിച്ച് തിന്നുന്നത്, ആ സാധനം നൊസ്റ്റാൾജിയ പുതുക്കാനായിട്ട് അത് കഴിക്കാൻ പോവാ ഗൈസ്. മാംഗോണോ? ആ മാംഗോ. മാംഗോയും ഏതാടാ? ബ്ലൂബെറി. ഓക്കെ ബ്ലൂബെറി കടി അങ്ങനെയുണ്ട്. ബ്ലൂബെറി കൊള്ളാം. ബ്ലൂബെറി ഐസ് മുക്കി തിന്നുന്നു. ഐസ് ബ്ലൂബെറി മുക്കി തിന്നുന്നല്ലേ? ഐസ് ബ്ലൂബെറി മുക്കി തിന്നുന്നല്ലേ? ആക്ച്വലി എടാ എനിക്ക് വെച്ചോടാ. നീ എന്തോ ഞങ്ങളുടെ ഇടുന്നേ? ഓറഞ്ച് ആപ്പിൾ എന്ന് പറഞ്ഞു കൊള്ളാം. തണുത്ത ബ്ലൂബെറിയുടെ ഓറഞ്ചിന്റെ ജ്യൂസ് കുടിക്കുന്ന പോലെ തന്നെ കൊള്ളാം. ഒരു ഇത്രയും നമ്മൾ എരിയും ഒരു വെറൈറ്റി ഓഫ് ഫ്ലേവേഴ്സ് കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു മധുരം കൊള്ളാം. അങ്ങനുണ്ട് കൊള്ളാം അല്ലേ? അതെ സത്യം. അപ്പൊ ഞങ്ങൾ ഇതും തീർത്തിട്ട് അടുത്ത പരിപാടി നോക്കട്ടെ. ഓക്കെ ഹായ് ഗൈസ്, നമ്മളപ്പോൾ അങ്ങനെ ഫുഡ് കഴിച്ച് എല്ലാം ഡിന്നറെല്ലാം കഴിച്ച് നല്ല ഫുഡായിരുന്നു സത്യം പറഞ്ഞാൽ. അത് കഴിഞ്ഞ് ഇനിയിപ്പം
നമ്മൾ അടുത്ത പാർട്ടിയോ അങ്ങനെ എന്തെങ്കിലും നമ്മളൊരെണ്ണം ബുക്ക് ചെയ്തെടുത്ത് പക്ഷേ ലേറ്റായിപ്പോയി, അതുകൊണ്ട് നമുക്കവിടെ പോകാൻ പറ്റിയില്ല. ടൈം ലേറ്റായിപ്പോയി. നമ്മൾ ഫുഡൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് പിന്നെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ ഓടി ചെല്ലുമ്പോഴത്തേക്ക് ഒന്നും കാണത്തില്ല. പിന്നെ അപ്പോൾ ഇപ്പോഴത്തേക്ക് നമ്മൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ, ചുമ്മാ എവിടെയെങ്കിലും ഇങ്ങനെ കറങ്ങി നടക്കാനായിട്ട് അലഞ്ഞ് തിരിയാനായിട്ട് ഇറങ്ങാം. ഹെൽമെറ്റ് എടുത്തു. അപ്പോൾ എന്തെങ്കിലും പാർട്ടി കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ കയറും. ഒരുപാട് ഫ്രീ പാർട്ടീസും കാര്യങ്ങളും ഉണ്ട് നമുക്ക്. അഡ്വഞ്ചറോസിനായി. അതെ ബൈസ്, ഞങ്ങൾ പോയി എന്താണ് നമ്മൾ ഗോവയിലെ നൈറ്റ് ലൈഫ് അല്ലേ, നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാനല്ലേ നമ്മൾ വെട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഗൈസ് ഇവിടെയൊക്കെ ഓരോ പാർട്ടിയും പബ്ബും പ്രൈവറ്റ് ആണ്. ഇതൊക്കെ എല്ലാവർക്കും ഒന്ന് കയറി ചെല്ലാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ കുറേ ഉണ്ട്. നേരത്തെ ഒരെണ്ണം കണ്ടായിരുന്നു. നിങ്ങൾക്ക് എത്രത്തോളം എന്നെ കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇവിടെ സത്യം പറഞ്ഞാൽ ഇഷ്ടം പോലെ ബാറും വൈൻ പാർലേഴ്സും മൊത്തം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിടത്ത് നിന്ന് തിരിഞ്ഞാൽ ഒരു 5 എണ്ണമെങ്കിലും മിനിമം കാണാം. അത്രയ്ക്കുണ്ട് ഇവിടെ. സത്യം പറയാമല്ലോ, അത്രയ്ക്കുണ്ട്. ഫുൾ അത് മാത്രമേ ഉള്ളെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ അതേപോലെ തന്നെ പെട്രോള്, ഒരു ലിറ്ററിൻ്റെ മിനറൽ വാട്ടറില്ലേ, ആ ബോട്ടിലിനകത്ത് പെട്രോൾ മിക്കുള്ള കടയുടെയും വീടുകളുടെയും ഫ്രണ്ടിൽ ഒരു സ്റ്റൂളിൻ്റെ മണ്ടയിൽ വെച്ചേക്കും പെട്രോൾ ബ്ലാക്കിന് വിൽക്കാനായിട്ട്. ഇവിടെ രാത്രി കഴിഞ്ഞാൽ പിന്നെ പെട്രോൾ ഇല്ല. പക്ഷേ ഇവിടെ രാവിലെ തൊട്ടേ പെട്രോളുകൾ ഇങ്ങനെ കടകളിൽ ഒരു കുപ്പി നിറച്ച് നമ്മൾ വെള്ളം മേടിക്കുന്ന പോലെ മേടിക്കാൻ വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ കണ്ട രണ്ടാമത്തെ വിചിത്രമായ സംഭവമാണ്. പിന്നെ ഗോവയിൽ ഒബിയസ്ലി ലിക്കർ കാണും, അത് മാത്രമേ ഉള്ളൂ. അതേപോലെ മൂന്നാമത് ഫസീനോ. ഞങ്ങളിപ്പോൾ ഫസീനോ സ്കൂട്ടറിലാണ് പോകുന്നത്. എൻ്റെ പട്ടിക്കുഞ്ഞുങ്ങളല്ല പെറ്റിട്ടേക്കുന്ന പോലെ ഫസീനോ മാത്രമേ ഉള്ളൂ ഇവിടെ. കണ്ടമാനം ഫസീനോ, എവിടെ നോക്കിയാലും ഫസീനോ. ഈ 3 കാര്യം ഗോവയിൽ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മളിപ്പം പൊക്കോണ്ടിരിക്കുന്ന സ്ഥലത്ത് ഭയങ്കര വിജനമായ റോഡുകളാണ് കൂടുതലും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര പ്രൈവറ്റ് ആയിട്ടുള്ള, എത്രത്തോളം ഞാൻ പറയുന്നത് ഇപ്പോൾ കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, എന്നാലും അവിടെ പ്രൈവറ്റ് ആയിട്ടുള്ള പാർട്ടികളാണ് ഏറ്റവും കൂടുതൽ. പ്രൈവറ്റായിട്ട് പ്രീമിയർ പാർട്ടികളാണ് കൂടുതൽ ഇപ്പോൾ നടക്കുന്നത്. നമ്മളങ്ങോട്ട് ജസ്റ്റ് പൊക്കോണ്ടിരിക്കുക. അങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും അറിയത്തില്ല. വണ്ടിയിൽ എണ്ണയുണ്ട്, പോകുന്നു. ഞാൻ പറഞ്ഞത് വൈൻ ഷോപ്പ്, അടുത്ത ഫുഡ് ആൻഡ് ബാർ, ഇതൊക്കെ അതൊന്നും പറയണ്ട. ഫുൾ അതേ ഉള്ളൂ ഇവിടെ. ഫുൾ ഞാൻ പറഞ്ഞില്ലേ, ഇതാ പെട്രോള്, സ്മോക്ക് ഷോപ്പ്, സിഗരറ്റ് മാത്രം, പെട്രോള്, അവിടെ പെട്രോള്, ഫുൾ അത് തന്നെ. ബാറ്, റെസ്റ്റോറൻറ്റ് ബാറ്. നമ്മൾ ഈ ബിഗ് ബിയുടെ കുറേ കണ്ടായിരുന്നു. ഗൈസ് കണ്ടോ, ഒരു കസിനോ, നമുക്ക് നോക്കാം, പിന്നെ നോക്കാം. ഗൈസ് നമ്മളപ്പം അലഞ്ഞിരിഞ്ഞിട്ടൊന്നും വലുതായിട്ട് പിന്നെ നമ്മൾ സമയം കളഞ്ഞില്ല. നമ്മളിഞ്ഞ് റൂമിൽ വന്ന് ഇച്ചിരി വെള്ളം കുടിച്ച് കുറച്ച് നേരം ഒന്നിരുന്നിട്ട് ബാഗാ ബീച്ചിലോട്ട് പോകാൻ പോവാം. അവിടെ രാത്രി നൈറ്റ് അടിപൊളിയാണ്, ഭയങ്കര ഓണമാണ് ബാഗാ ബീച്ച്. ഞാൻ ചിലപ്പോൾ മാക്സിമം മൊത്തം ഒന്നും ഷൂട്ട് ചെയ്തില്ല, എന്തെങ്കിലുമൊക്കെ കാണിച്ചു തരാം. കാരണം ഞാനിത് വ്ളോഗ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ബാക്കിയുള്ളതൊന്നും അത്ര എൻജോയ് ചെയ്യാൻ പറ്റില്ല, മനസ്സിലായി. ഞാൻ ഇതിനകത്തോട്ട് കൂടുതൽ ശ്രദ്ധ കലർത്തും. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ കാണിക്കാം, ബാക്കിയൊക്കെ ഞങ്ങൾ ഫുള്ള് വൈബിങ് ആയിരിക്കും. ഓക്കെ, നമ്മുടെ സ്റ്റേഡ് അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് നടന്നാൽ മതി. അപ്പോൾ സ്കൂട്ടറായിട്ട് പോകണ്ട, നടന്നു പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നടക്കുന്നു. ഓക്കെ, അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. ഗായ്സ്, ബാഗാ ബീച്ച് എത്തി. ഞാൻ പറയുന്നതൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ വ്ളോഗ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഒരു രക്ഷയില്ല കേട്ടോ ബാഗാ ബീച്ച്. ഞങ്ങളിപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ, അങ്ങോട്ടൊക്കെ ഫുള്ളോണ്. ഞാൻ വ്ളോഗ് ചെയ്യുന്നില്ല. ബാഗാ ബീച്ച് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് കാണൂ. സൂപ്പർ ഗൈസ്, ഭയങ്കര രസം കേട്ടോ. ബാഗാ ബീച്ച് അടിപൊളിയോ, ഒരു രക്ഷയില്ല. നമ്മൾ ഇങ്ങറ്റം വിട്ട് അങ്ങറ്റം വരെ നടന്ന് എക്സ്പ്ലോർ ചെയ്ത് ഫുള്ള് ചില്ല് ചെയ്യാം. ഇന്നത്തെ എക്സ്പീരിയൻസ് നാളെ രാവിലെ വന്ന് ഞങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഡേ 1 അറ്റ് ഗോവ N0. ഓക്കെ, അവിടെ എന്താ മുട്ട സംഭവം ഫുള്ള് ലൈറ്റ്. ഇതാ നോക്കിയതാ, ആ ബീച്ചിൻ്റെ ആ ഏരിയ ഫുള്ള് ലൈറ്റ് ആണ്. അപ്പം ബൈ ഗൈസ്, ഡേ 2 നാളെ കാണാം.